എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉത്തരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രതി ഷാരൂഖിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന് NIA സ്ഥിരീകരിച്ചു. പിടിയിലായ ഷാരൂഖ് സേഫി കേരളത്തിലെത്തിയത് സ്വന്തം നിലയ്ക്കല്ലെന്നും ഇയാളെ കേരളത്തിലെത്തിച്ചതാണെന്നുമാണ് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ. ട്രെയിനിലെ ഒരു ബോഗി പൂർണ്ണമായി കത്തിക്കാനാണ് ഇയാൾ പദ്ധതിയിട്ടതെന്നും NIA വ്യക്തമാക്കുന്നു. ഇത് സംബന്ധിച്ച് NIA പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ട്രെയിൻ തീവെപ്പിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയാണ് പ്രധാനമായും അന്വേഷണം നടത്തി കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തിയത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ NIA പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. രണ്ട് ഏജൻസികളും നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് സംഭവത്തിൽ തീവ്രവാദ ബന്ധം സ്ഥിരീകരിച്ചത്. ഷാരൂഖ് സേഫിയെ കേരളത്തിലെത്തിക്കാൻ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നും ഇതിന് വലിയ സഹായം ലഭിച്ചെന്നുമാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. കൃത്യത്തിന് പിന്നിൽ ആസൂത്രിതമായ പ്രവർത്തനങ്ങളുണ്ട്. വൻ സംഘം തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചു. ഷാരൂഖ് സേഫിക്ക് ആശയപരമായ പ്രചോദനങ്ങൾ നൽകിയതിനു പിന്നിലും വൻ സംഘമുണ്ട്. ഇത്തരത്തിൽ പ്രചോദനം നൽകിയാണ് ഇയാളെ കൃത്യം നടത്താൻ പ്രേരിപ്പിച്ചത്. കൃത്യത്തിനായി കേരളം തെരഞ്ഞെടുത്തതിനു പിന്നിലും ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിൻ തെരഞ്ഞെടുത്തതിനു പിന്നിലും വലിയ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയെന്നാണ് വിവരം. ട്രെയിനിലെ ഒരു ബോഗി പൂർണ്ണമായി കത്തിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ആസൂത്രണം ചെയ്തതുപോലെ കൃത്യം നടപ്പാക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല. ഇത്തരം കൃത്യം നടത്താനുള്ള പരിശീലനക്കുറവാണ് പദ്ധതി പാളിപ്പോകാൻ കാരണമായതെന്നും കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ട്രെയിനിൽ തീവെച്ചത് സ്വന്തം തീരുമാനപ്രകാരമാണെന്ന് പ്രതി ഷാരൂഖ് ചോദ്യം ചെയ്യലിൽ ആവർത്തിക്കുകയാണ്. പെട്രോൾ വാങ്ങിയത് ഷൊർണൂരിൽ നിന്നാണെന്ന് ഷാരൂഖിന്റെ മൊഴി. ഞായറാഴ്ചയാണ് പെട്രോൾ വാങ്ങിയത്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പമ്പിൽ നിന്നാണ് പെട്രോൾ വാങ്ങിയതെന്ന് ഷാരൂഖ് പറഞ്ഞു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒരുപോലെ പ്രാവീണ്യമുള്ള ആളാണ് ഷാരൂഖ് എന്ന് അന്വേഷണ സംഘം പറയുന്നു. ഷാരൂഖ് സേഫിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ചേവായൂർ മാലൂർകുന്ന് പോലീസ് ക്യാമ്പിലാണ് ചോദ്യം ചെയ്യൽ. കൃത്യം നടത്താനായി വലിയ സംഘം ഷാരൂഖിനെ മാസങ്ങളോളം പ്രചോദിപ്പിച്ചെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിഗമനം. എന്നാൽ ആക്രമണം നടത്താനുള്ള പരിശീലനം ഇയാൾക്ക് നൽകിയിരുന്നില്ല. ആക്രമണത്തിന് ശേഷം ഷാരൂഖ് രക്ഷപ്പെട്ടതിനു പിന്നിലും സംഘത്തിന്റെ ഇടപെടൽ കേന്ദ്ര ഏജൻസികൾ സംശയിക്കുന്നുണ്ട്.